ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗ, ഒന്ന് പതുക്കെ. വേദനിക്കുന്നു. വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ? പിന്നെ ഞാൻ അറിഞ്ഞ ആ ചുറ്റികയ്ക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന്. അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് അങ്ങ് ചെയ്തു പോയതല്ലേ? സത്യം പറഞ്ഞ അന്നത്തെ നിന്റെ പെർഫോമൻസ് കണ്ട് ഞാനും പേടിച്ചുപോയി. എനിക്ക് റൂം വേണമെന്നൊന്നുമില്ലായിരുന്നു. ആ മനോജും പ്രകാശേട്ടനും കൂടി വിനുവേട്ടനെയും മീനാക്ഷിയെ ഇട്ട് തട്ടുന്നത് കണ്ടപ്പോഴാ എനിക്ക് സഹി കെട്ടത്. മതി. ജഗ, വിനുവേട്ടന് സ്ഥിര വരുമാനമുള്ളൊരു ജോലി എത്രയും പെട്ടെന്ന് വേണം. പാവത്തിന് സംസാരശേഷി ഇല്ലാത്തോണ്ട് ജോലി അന്വേഷിച്ച് നടക്കാനൊന്നും പറ്റില്ലല്ലോ. ജോലിയില്ലെങ്കിൽ ഇനി ഇതുപോലെ അപമാനം സഹിക്കേണ്ടി വരും. ജഗൻ വിചാരിച്ചാലേ വിനുവേട്ടനൊരു ജോലി ശരിയാക്കാൻ പറ്റൂ. ശ്രമിക്കാം. ഇവിടുത്തെ അച്ഛനും ഇക്കാര്യം എന്നോട് പറഞ്ഞതാ. വിനുവേട്ടനേക്കാൾ മുന്നേ കല്യാണം കഴിഞ്ഞ എനിക്ക് ഒരു സ്ഥിര ജോലി ആയിട്ടില്ല. എന്നാലും അച്ഛൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ? എന്തോ ബിസിനസിന്റെ കാര്യത്തിന് അച്ഛൻ വിളിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ, അതെന്തായി? അച്ഛനും അമ്മയ്ക്കും ഞാൻ ബിസിനസ് തുടങ്ങുന്നത് ഇഷ്ടമാണ്. അവർക്കെന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ അപ്പച്ചി കയറി തടസ്സം നിൽക്കുക. സ്വത്ത് ഭാഗം വെച്ചിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് അപ്പച്ചി പറയുന്നേ. ആരുടെയും സഹായം ഇല്ലാതെ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാന്ന് എന്റെ ചിന്ത. ആദ്യം കുറച്ച് കാശെങ്കിലും ഇല്ലാതെ എങ്ങനെയാ ജഗ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നേ? വീട്ടുകാരേക്കാൾ എനിക്കെന്ന് സപ്പോർട്ട് തന്നിട്ടുള്ളത് എന്റെ കൂട്ടുകാരെ വന്നനെ. അതുകൊണ്ട് അത്യാവശ്യം ക്യാഷൊക്കെ മറിഞ്ഞോളും. വലിയ മുതൽ മുടക്കൊന്നുമില്ലാത്ത, എന്നാൽ അത്യാവശ്യം കുറച്ച് ക്യാഷ് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് എന്റെ ലക്ഷ്യം. നമ്മള് ബിസിനസ് തുടങ്ങിയ വിനുവേട്ടനും കൂടി അവിടെ ഒരു ജോലി കൊടുക്കാലോ? നോക്കാം. ആദ്യം വിനുവേട്ടന് മറ്റെന്തെങ്കിലും ഒരു ജോലി ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ശരിയാവും, ഞാൻ പ്രാർത്ഥിക്കാം. വിനുവേട്ടന്റെ കേസിൽ പ്രാർത്ഥിച്ചാ അത് നടക്കും. അത്രയ്ക്ക് നല്ല മനസ്സാ വിനുവേട്ടന്റെ. അല്ല, വിനുവേട്ടന്റെ മനസ്സ് മാത്രമേ ഉള്ളൂ. എന്താ? കൊട്ടാരത്തിൽ